എളിയവനൊരു ദുർഗവും നീ, കൊടുങ്കാറ്റതിൽ ശരണവും നീ. എളിയവനൊരു ദുർഗവും നീ, കൊടുങ്കാറ്റതിൽ ശരണവും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. അവൻ കഷ്ടമതിൽ ഒരു കോട്ടയും നീ, ആശ്വാസത്തിൻ തണലും നീ. സ്ഥിരമാനസംഗത്തിനാശ്രയിച്ചതിനാൽ ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസംഗത്തിനാശ്രയിച്ചതിനാൽ ഭാഗ്യമേറിയവൻ. സർവവാദനങ്ങളിൽ നിന്നുമേ തുടച്ചിടും അവൻ കണ്ണുമേ. സർവവചനങ്ങളിൽ നിന്നുമേ തുടച്ചിടും അവൻ കണ്ണുമേ. തന്റെ ജനത്തിൽ നിന്ന് സർവഭൂവിൽ നിന്നും ഏകീടും അവൻ നിത്യമാ. തന്റെ ജനത്തിൽ നിന്ന് സർവഭൂവിൽ നിന്നും ഏകീടും അവൻ നിത്യമാ. സ്ഥിരമാനസംഗത്തിനാശ്രയിച്ചതിനാൽ ഭാഗ്യമേറിയവൻ. സ്ഥിരമാനസംഗത്തിനാശ്രയിച്ചതിനാൽ ഭാഗ്യമേറിയവൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട് സദൃശവാക്യം 19 അധ്യായം അതിന്റെ 17 വാക്യത്തെ ആസ്പദമാക്കി എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതൊരു കഥയോടുകൂടി നമുക്കിവിടെ ആരംഭിക്കാം. മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ധരിച്ച് വൃദ്ധയായ ഒരു സ്ത്രീ റെസ്റ്റോറന്റിലേക്ക് കടന്നു. കാഷ്യറോട് പറഞ്ഞു, എനിക്കൊരു ബ്രെഡ് തരണം. എന്നിട്ട് അവളുടെ പക്കലുണ്ടായിരുന്ന ഒരു നാണയത്തുട്ട് എടുത്ത് കൊടുത്തപ്പോൾ ഉടമ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ ചായ കുടിക്കാൻ പോലും തികയില്ല. റെസ്റ്റോറന്റ് നിറയെ ആൾക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചും വിലയുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വൃദ്ധ സ്ത്രീയുടെ വസ്ത്രത്തിന്റെ നാറ്റം മൂലം പലരും മൂക്കുകുത്തി അതൃപ്തി പ്രകടിപ്പിച്ചു. അപ്പോഴേക്ക് ഒരു വെയിറ്റർ വന്ന് വൃദ്ധ സ്ത്രീയോട് പറഞ്ഞു പുറത്തു പോകാൻ. ഉടനെ ഒരു യൗവനക്കാരൻ വെളിയിൽ ഏതോ കൺസ്ട്രക്ഷൻ വേല ചെയ്യുന്നവനാണ് എന്ന് അവന്റെ വസ്ത്രധാരണത്തിലൂടെ തിരിച്ചറിയാൻ മുഷിഞ്ഞതും കീറിയതുമായ വസ്ത്രം ആണ് അവനും ധരിച്ചിരുന്നത്. വൃദ്ധമാതാവിനെ പുറത്തു പോകാൻ പറയുന്നത് രംഗം കണ്ട് ആണ് അവൻ അകത്തേക്ക് പ്രവേശിച്ചത്. ആ ചെറുപ്പക്കാരൻ വൃദ്ധമാതാവിന്റെ കയ്യിൽ പിടിച്ച് അകത്ത് ഒരു ചെയറിൽ ഇരുത്തി. എന്നിട്ട് അവൻ ഓർഡർ ഉടമയുടെ അടുക്കൽ ചെന്ന് ആ മാതാവിന് ഒരു ഫുൾ മീൽ ഓർഡർ ചെയ്ത് കൊടുത്തു. അവർ അത് ഭക്ഷിക്കുമ്പോൾ വൃദ്ധമാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയായിരുന്നു. അവർ കഴിച്ച് ഭവനത്തിലേക്ക് മടങ്ങി. യൗവനക്കാരൻ വൃദ്ധമാതാവിനെ പിന്തുടർന്നു ഭവനത്തിലെത്തി. അപ്പോഴേക്കും വിലപിടിപ്പുള്ള ഒരു കാറിൽ ഒരു യുവതിയും യുവാവും ഭവനത്തിന് മുമ്പിൽ വന്നു നിന്നിട്ട് യൗവനക്കാരനോട് പറഞ്ഞു, നിങ്ങൾ അല്ലേ എന്റെ മാതാവിന് ഹോട്ടലിൽ ആഹാരം വാങ്ങിക്കൊടുത്തത്? എന്നിട്ട് അവന്റെ നേരെ ഒരു കവർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ കോളേജിൽ പഠിക്കാനുള്ള സ്കോളർഷിപ്പാണ്. യൗവനക്കാരന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ പൊഴിഞ്ഞു. മകളും ഭർത്താവും അതേ ഹോട്ടലിൽ മൃഷ്ടാനുഭോജനം കഴിക്കുന്ന സമയത്താണ് മാതാവിനോട് ഈ യൗവനക്കാരന് ദയ കണ്ടത്. അവർ മാതാവിൽ നിന്നും അകന്നു പോയതായിരുന്നു. പക്ഷേ ഈ രംഗം അവരെ പലരും പഠിപ്പിച്ചു. യൗവനക്കാരൻ തനിക്ക് ലഭിച്ച സ്കോളർഷിപ്പ് ഓർത്തല്ല കരഞ്ഞത്. അതിലുപരി എനിക്ക് അവൃദ്ധ മാതാവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ സഹായം ചെയ്തപ്പോൾ അതിലുപരിയായി എനിക്ക് നന്മ ലഭിച്ചല്ലോ എന്നോർത്തായിരുന്നു. ഒരിക്കലും നാം നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. അതുപോലെ യാതൊന്നും പ്രതീക്ഷിച്ച് സഹായം ചെയ്യരുത്. സദൃശവാക്യം 19:17 എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവനാണല്ലോ ദൈവത്തിൽ പറയുന്നത്. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായവർക്ക് ചെയ്യാതിരിക്കരുത്. മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമുക്കും ദൈവത്തിന് ദയ ഉണ്ടായതിനാലാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:22 പറഞ്ഞിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. യഹോവയുടെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 25:35 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു,
അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. അതിന് നീതിമാന്മാർ യേശുവിനോട്, കർത്താവേ, ഞങ്ങൾ എപ്പോൾ നിന്നെ പ്രകാരം കണ്ടു എന്ന് ചോദിച്ചതിനാൽ കൊടുത്ത മറുപടി, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, പ്രതിഫലം നോക്കാതെ നാം മറ്റുള്ളവരോട് ദയ കാണിക്കുന്നുവെങ്കിൽ സ്വർഗീയ പിതാവിന് നാം കടമായി കൊടുക്കുന്നതാണ് എന്ന് അറിയാതെ ഇരിക്കരുത്. അതിന് തക്ക പ്രതിഫലം ദൈവം നമുക്ക് നൽകിത്തരും. നമുക്കും ആ യൗവനക്കാരനായ വ്യക്തി ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരുടെ ദയ കാണിക്കാനും സർവശക്തനായ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.